ഡാഡി ഉറക്കം തൂകുന്നത് വിളിച്ചത് വലിയ മരമായി നല്ല പൊക്കത്തിൽ വന്നു. ഇത് കുറയ്ക്കില്ല. ഗ്രില്ല് ചെയ്തതാടി കഴിച്ചില്ലേ? നല്ലല്ലേ? ഭയങ്കര ടേസ്റ്റ് അല്ലേ? ഇനിയില്ല, ഗ്രില്ലൊക്കെ പൂട്ടി. റോസ് മിൽക്ക് പുഡിംഗ് എന്തൊരു ഇന്നോവേറ്റീവ്. ഇപ്പത്തെ റിസോർട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ഓ വാട്ട് കൺസിസ്റ്റൻസി. നമ്മുടെ വണ്ടി അവിടെ ഇട്ടിട്ട് നമ്മളൊരു എപ്പിക് അഡ്വഞ്ചറിന് പോവാണ്. ഒരു 17 മണിക്കൂർ ഓഫ് റോഡ് റൈഡ്. Good morning, welcome to our new vlog and in a beautiful day in Kodaikanal. ഇപ്പോൾ ഞങ്ങൾ താമസിക്കാൻ പോകുന്ന സ്ഥലത്തല്ല, പക്ഷെ കാറ് ചാർജ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ നമ്മുടെ ആ കിഡിലൻ ഗ്ലാമിങ് എക്സ്പീരിയൻസ് കഴിഞ്ഞ് നമ്മളിത് കൊടൈക്കനാലിലെ കൊടൈ ഹോട്ടലിൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ വന്നിട്ട്, കൊടൈ ഇന്റർനാഷണൽ അവിടെ വന്നിട്ട് ഇവിടെ സിയോണിൻ്റെ ചാർജിങ് ഉണ്ട്. ആക്ച്വലി ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ ഉള്ള ഒരു ചാർജിങ്. സോ ഇത് വർക്കിംഗ് അല്ലെങ്കിൽ ഇവിടെ പെട്ടുപോയതാണ്. സോ പക്ഷെ എൻ്റെ വണ്ടിക്ക് കുഴപ്പമില്ല. നമ്മൾ പഴനിനെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ കൊടൈക്കനാൽ വന്ന് തിരിച്ചു പോകാനുള്ള ചാർജ് കാണും. സോ ഇവിടുന്ന് ചാർജ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ കിഡിലൻ റിസോർട്ടിലേക്ക് പോകുന്നതായിരിക്കും. ഐ ലവ് കൊടൈക്കനാൽ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇവിടെ ഒരു നല്ല ഹോട്ട് ചോക്ലേറ്റും കിട്ടുന്ന സ്ഥലം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. സ്ഥലം ദ്വാര, അതുപോലെ തന്നെ വലിയ കയറ്റമാണ്. ഹോപ്പ്ഫുള്ളി റിസോർട്ട് വിൽ ബി അമേസിംഗ്. ആ ലോഗോ ഒക്കെ കണ്ടിട്ട് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഡാഡി കൊടൈക്കനാൽ അടിപൊളിയല്ലേ? റോഡൊന്നും കുഴപ്പമില്ല കേട്ടോ. എനിക്കൊന്നും അവര് കോൺക്രീറ്റ് ചെയ്തിരിക്കുവാണ്. സിറ്റിന്ന് എനിക്കൊന്ന് 2-3 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ അകത്ത് നമുക്ക് ഒരു ഡിസ്കണക്റ്റഡ് ഫ്രം ദി ഔട്ട്സൈഡ് വേൾഡ് എന്നുള്ള രീതിയായിരിക്കും. പോകുന്ന വഴിക്ക് ഇന്ന് നിർത്തിയതാണ്. എന്ത് വ്യൂ ആന്ന് നോക്ക്. റിസോർട്ടിൽ നിന്ന് ഈ ഒരു വ്യൂ കിട്ടിയാൽ മതിയായിരുന്നു. നല്ല മിസ്റ്റും നല്ല വെതറും. അതിലൊരാൾ റെഡി ആയിരിക്കുന്നത് നോക്ക് ബാക്കില്. വെൽക്കം ടു ദ്വാര റിസോർട്ട്. പക്ഷെ ഡാഡിയുടെ ഏറ്റവും വലിയ ടെൻഷൻ ഇപ്പൊ മാറി. ഇവിടെ ചാർജിങ് ഉണ്ട്. അയ്യോ, ഫുൾ വർക്കിംഗ്. വെരി ഗുഡ്. പുതിയ സിയോണിന്റെ സ്ലോ ചാർജിങ് ആണ്. പക്ഷെ നമ്മളിവിടെ താമസിക്കുമ്പോൾ കുഴപ്പമില്ലല്ലോ. രാത്രി കുത്തിയിട്ട് കഴിഞ്ഞാൽ സ്ലോ ചാർജിങ്ങിൽ ഫുൾ ചാർജ് ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുക. ഇത് ആക്ച്വലി ഒരു പക്ക ഒരു കോട്ടേജ് ടൈപ്പ് ആണ്. ഇവിടെ റിസപ്ഷൻ ആണ്. ഒരാള് 2 പേര് 3 പേരും 4 പേരും ഹാപ്പിയാണ്. ഹാപ്പി അല്ലേ? എന്ത് രസമല്ലേ? നോക്ക് വ്യൂ നോക്ക് തിരിഞ്ഞ്. ഓ അടിപൊളി. മൈ ഗോഡ്, വാട്ട് എ ലൊക്കേഷൻ. നോ, എന്നിട്ടാണ് ഇത്രയും വർഷം കൊടൈക്കനാൽ വരാതിരുന്ന പറയാ. എന്നിട്ട് ഇപ്പൊ എന്താ വെൽക്കം ആയിട്ട് വാം ടവലൊക്കെയാ തരുന്നത്. സാധാരണ കൂൾ ടവൽ അല്ല, ഓബിയസ്ലി ഇറ്റ്സ് എ കൂൾ പ്ലേസ്. നല്ല വാം ടവൽ. ഓ അത്രയൊന്നും പോണ്ടായിരുന്നു കേട്ടാ. ആൻഡ് ഇവര് വന്നപ്പോ തന്നെ പറഞ്ഞെന്താ അറിയാ, റൂംസ് അത്യാവശ്യം നല്ല റൂംസ് ഒക്കെ കൊടൈക്കനാൽ കാണുന്നുണ്ട്. പക്ഷെ നല്ല ഫുഡ് കിട്ടാൻ പാടാ. ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഫുഡിലും കൂടിയാണ്. നോ പ്രിസർവേറ്റീവ്സ്, ഫ്രഷ് ഇൻഗ്രീഡിയൻസ്, അങ്ങനത്തെ രീതിയിലാണ്. പറ്റിയ സ്ഥലമായിരിക്കും. കുറച്ചേ ഉള്ളെങ്കിൽ പോലും കാറ് നമ്മുടെ വില്ലയുടെ ഫ്രണ്ടിൽ തന്നെ വരാനുള്ള സ്പേസ് ഉണ്ട്. പക്ഷെ ഇവിടെ നിന്നൊക്കെ ഉള്ള സംഭവം എന്താണെന്നറിയോ? വ്യൂ ആണ്. കിട്ടില്ല. സോ ബ്യൂട്ടിഫുൾ. എനിക്കത് കൊടൈക്കനാലില് ഊട്ടിനെ കാട്ടി മിസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. പ്ലേ ഏരിയ ഒക്കെ ഉണ്ടോ? അതൊക്കെ നോക്കി എക്സ്പ്ലോർ ചെയ്യണം. അപ്പൊ റൂമിനകത്ത് വന്നിട്ടില്ല. എങ്ങനെയുണ്ട് റൂം? സത്യം പറ, ഭയങ്കര സൂപ്പറാ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പ്രിയക്ക് കൊട അവരിവിടെ തന്നെ വെച്ചിട്ടുണ്ട്. നല്ല വ്യൂ ആണ്. എന്റെ നിൽക്കുന്ന ഒരാള് വേണ്ട. അപ്പോൾ ഹായ് ഗായ്സ്, വെൽക്കം ടു ദ്വാര കൊടൈക്കനാൽ. നമ്മുടെ റൂം നമ്പർ A1. അപ്പൊ നിങ്ങൾ ഇവിടെ വന്നാലും A1 ചോദിക്കുക. കാരണം A1ൽ താമസിച്ചാലേ വാലി വ്യൂ കിട്ടുള്ളൂ. ഇത് ആകെ 2 ഇയേഴ്സ് ആയിട്ടുള്ളൂ. സോ ആ ഒരു ബ്രാൻഡ് ന്യൂനെസ് ഫുൾ കാണുന്നുണ്ട്. പുതിയത് മണവും കിട്ടുന്നുണ്ട്. അപ്പൊ കേറി വരുമ്പോ തന്നെ ഇവിടെ ഒരു വിസിറ്റിംഗ് ഏരിയ മാതിരി ഒരു ലോഞ്ച് ഒക്കെ സോഫയൊക്കെ വെച്ച് ലാവിഷ് ആയിട്ട് ഇവിടെ വേണമെങ്കിൽ ഒരാൾക്ക് കിടക്കാം. അത്ര വലിയ സോഫയാണ്. പിന്നെ ഇവിടെ മൈക്രോവേവ് ഉണ്ട്, ഫ്ലാസ്ക് ഉണ്ട്, എല്ലാ അമ്യൂണിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫ്രിഡ്ജ് ഉണ്ടാവുമായിരിക്കും. പിന്നെ എന്തായാലും കാണും. ഫ്രിഡ്ജും ഉണ്ട്. ഇവിടെ തന്നെ TV ഉണ്ട്. ഡാഡിക്ക് ഒരു ദിവസം TV കാണാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ഇവിടുന്ന് മാറിക്കോളും. ഹീറ്ററും ഉണ്ട് അടിയില്. അപ്പൊ
കേറി വരുമ്പോ തന്നെ നമ്മൾ ആദ്യം കൊടൈക്കനാലിൽ വന്ന് എന്താ ചെയ്യണ്ടേ? വ്യൂ, അവിടുത്തെ വ്യൂ കാണും. ഇതാണ് നമ്മുടെ ബാൽക്കണി വ്യൂ. ഡാഡി ഉറക്കം തൂങ്ങുന്നത്. അതാണ് ബാൽക്കണി വ്യൂ. എങ്ങനെയുണ്ട് ഡാഡി? വെരി ഗുഡ്. ഹോട്ടൽ എങ്ങനെയുണ്ട്? വെരി ഗുഡ് പ്രോപ്പർട്ടി. ഡാഡി ഉറക്കം തോന്നുന്നു ഏത് പനനം കണിയുന്നു. ഇതാണ് ഞങ്ങളുടെ കൊടൈക്കനാൽ വ്യൂ. കുറച്ചു നേരം കിടക്കാറുണ്ട്. ഉച്ചക്ക് 1.5 മണിക്കൂർ. അപ്പൊ കിടക്കാൻ പോവാണോ? വേണ്ട, ഇനി കിടക്കില്ല. പെർഫെക്റ്റ് ലൊക്കേഷൻ ആണ്. സിറ്റിന്നും ടൗണിൽ നിന്നും അടുത്താണ്. ഒബ്വിയസ്ലി യു നീഡ് എ കാർ. പക്ഷെ ആ സമയത്ത് യു ഗെറ്റ് എ സെക്ലൂഡഡ് ഫീൽ, വിച്ച് ഇസ് വൈ വി കം ടു കൊടൈക്കനാൽ. ആ ഭാഗമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി ബാലിയുടെ റൈസ് ടെറസസ് ഓർമ്മ വരുന്നത് അല്ലേ? ഓക്കേ, ഇനി നമ്മളുടെ മെയിൻ ബെഡ്റൂം കാണണ്ടേ? പിന്നെ എന്ത് പ്രിയക്ക് എന്തൊരു തിളക്കമായി കൊടൈക്കനാൽ വന്നേ. പിന്നെ ക്യാമറ കൂടെ നോക്കുമ്പോഴേ അറിയുള്ളൂ. എല്ലാരും പറയും ഫുൾ മേക്കപ്പ് ആണ്, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഞാൻ മേക്കപ്പ് ഇടാറില്ല. ദില്ലു ചേട്ടനോട് ചോദിച്ചു, ഞാൻ ലിപ്സ്റ്റിക്കും സൺസ്ക്രീനും മാത്രമേ ഇടാറുള്ളൂ. പിന്നെ എന്റെ തിളക്കം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടൈക്കനാൽ വെതർ ആയിരിക്കും. എന്റെ ഉള്ളിൽ നല്ലതായത് കൊണ്ട് അത് മുഖത്ത് വരുമല്ലോ. ബെഡ്റൂം കാണിക്കുമ്പോ ഇപ്പൊ ദില്ലു വിചാരിച്ചിട്ടുണ്ടോ ഒരാവശ്യമില്ല അല്ലേ? ഓക്കെ, കമോൺ. എന്ത് ക്ലാസ് അല്ലേ ഇത്! എല്ലാം കൂടെ ഒരു 450 സ്ക്വയർ ഫീറ്റ് ആണ്. ബെഡ് കംഫിയാണ്. ആ ബൗൺസ് കാണുമ്പോഴേ അറിയാം. ഫുള്ളി സ്റ്റോക്ഡ് ആണ്. സ്ലിപ്പേഴ്സ്, ബാത്റൂംസ്, എക്സ്ട്രാ ബ്ലാങ്കറ്റ്സ്, പില്ലോസ്, എവറിത്തിങ്. ഇവിടെ വിൻഡോ മാത്രമേ ഉള്ളൂ, ബാൽക്കണി ഇല്ല ബെഡ്റൂമില്. നോ ഇഷ്യൂസ്. പക്ഷേ ഇത് കൊള്ളാം. 2 സിസ്റ്റേഴ്സിന്റെ അടിപൊളിയായിട്ടുണ്ട്. ഇത് ചോദിച്ചു എന്നോട് ഒരു കുട്ടി, ഒന്നുമല്ല 2-3 പേര് മെസ്സേജ് ചെയ്തായിരുന്നു. ഫങ്കി ഓവർസൈസ് ടീഷർട്ട് ആയിട്ട് വെയർ ചെയ്യാം. അതെ. സ്മോൾ ബാത്റൂം ബട്ട് വെരി ക്ലീൻ, ഇൻക്ലൂഡിംഗ് അവര് നല്ല ക്ലീൻ കാർപ്പറ്റ് പോലെ ഇട്ടിട്ടുണ്ട്. പിന്നെ നല്ല ഹൈ എൻഡ് ബയോടെക്കിന്റെ ആണ് അവർ വെച്ചിരിക്കുന്നത്. ബോഡി വാഷും അതുപോലെ തന്നെ ഷാമ്പൂ ഒക്കെ. പിന്നെ ഇവിടെ നല്ല എവറിത്തിങ് സോ ക്ലീൻ ആൻഡ് സിമ്പിൾ. അതെ, എവറിത്തിങ് എന്താ പറയുക, വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. അധികം ഒന്നും കൺജസ്റ്റഡ് ആക്കിയിട്ടില്ല. ചെറിയ സ്പേസ് ആണെങ്കിലും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എല്ലാം നല്ല ഹൈ ക്വാളിറ്റി ഫിറ്റിംഗ്സ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. വെരി നൈസ്. അടിപൊളിയല്ലേ? ഇനി ഒന്ന് കുറച്ച് റിലാക്സ് ചെയ്തിട്ട് കോഫിയൊക്കെ കുടിച്ചിട്ട് ബാക്കിയുള്ള പരിപാടിയൊക്കെ നോക്കാം. ഈവനിങ് ആയപ്പോൾ ഇന്ന് നമ്മൾ ഫുൾ ഈ റിസോർട്ടിൽ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. നാളെ കുറച്ചൊക്കെ കറങ്ങാമെന്ന് വിചാരിച്ചേ. സോ നിങ്ങൾ ഇന്നും നാളത്തെ ഈ ഫുൾ വ്ളോഗ് സ്കിപ്പ് ചെയ്യാതെ കാണുക. കുറച്ചൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ കാണിക്കാൻ നോക്കുന്നതായിരിക്കും. റിസോർട്ടാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. നമ്മളിവിടെ വെതറും ഗുഡ് ഫുഡും എല്ലാവരും ഒരുമിച്ചിരുന്ന് സ്പെൻഡ് ചെയ്യാനും ആണല്ലോ വരുന്നത്. സോ അതിന് റിസോർട്ട് ഇസ് ദ ബെസ്റ്റ്. ഇടയ്ക്ക് കുറച്ച് സൈറ്റ് സീയിങ്ങും കുറച്ച് കഫേസ് ഒക്കെ അത്രേ ഉള്ളൂ. കാരണം കണ്ട സ്ഥലങ്ങൾ തന്നെയല്ലേ, വെതറാണല്ലോ മെയിൻ. എല്ലാവരും ഇത് ഹാപ്പി ആയിട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് തണുക്കുന്നു. എനിക്ക് ഒട്ടും തണുക്കുന്നില്ല. ഡാഡി നോക്കുന്നത് പൂക്കളൊക്കെ കണ്ട ഡാഡിയുടെ കയ്യൊപ്പ് ഇവിടെ ഒക്കെ ഉണ്ട്. നല്ല ചെടികൾ കാണും, എല്ലാം മോഷ്ടിക്കും. ഒന്നും കിളിച്ചിട്ടില്ല. പക്ഷെ ഒന്നും കിളിച്ചിട്ടില്ല. ഈ ക്ലൈമറ്റ് അല്ലല്ലോ നാട്ടില്, അതുകൊണ്ട് കിളിക്കാം. ഒരു റോസ് കിളിച്ച് അതിങ്ങനെ നീണ്ട് അങ്ങ് പോകുന്നല്ലാതെ കിളിച്ചില്ല. അത് അതെ, ഡാഡിയും മമ്മിയുടെയും ഏറ്റവും വലിയ ജീവിതത്തിലെ ഫൈറ്റ് ഓർമ്മയുണ്ടോ? അവക്കാടോ? ആ കഥ ഞങ്ങള് പയ്യെ പറയാം. വളരുന്നുണ്ട്. അതൊക്കെ ഓക്കെ, അത് നമുക്ക് താഴെ പോയിട്ട് പറയാം. ഞാനിപ്പോഴും പറയുന്നത്, ഞാൻ കുഴിച്ചിട്ട അവിടുന്ന് തന്നെയാണ് ഇത് കിളിച്ചിരിക്കുന്നത്. ഓക്കെ, എന്താ സംഭവം എന്ന് ഞാൻ പറയാം. ഡാഡി ഉണ്ടല്ലോ, അത് നമുക്ക് കോഫി കുടിക്കുമ്പോ പറയാം. അപ്പൊ നിങ്ങൾ വലിയ ഗ്രൂപ്പായിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മൊത്തം വില്ലായിട്ട് എടുക്കാം. എനിക്ക് തോന്നുന്നു ഇത് 5 ബെഡ്റൂം ആണ്. 5 ബെഡ്റൂം വില്ലയാണ്. ഇവർക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഇതിൻ്റെ ഒരു ലോണും ഉണ്ട്. ആ സമയത്ത് ലോൺ ഞാൻ കാണിച്ചു തരാം. എന്തേ ഇവിടെ കൂടെ ഇറങ്ങിയിട്ട് ലോണുണ്ട് കണ്ട. ഇവർക്കൊരു ലോൺ ഏരിയ ഉണ്ട്. പിന്നെ ബാബയ്ക്കും ഒക്കെ ചെയ്യാനുള്ളൊരു സൗകര്യമുണ്ട്. അപ്പോൾ ഗ്രൂപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ യു വിൽ ഹാവ് യുവർ ഓൺ ഇൻഡിവിജ്വൽ പ്ലേസ്. വേദു ഹാപ്പിയായി. സാൻഡ് ഉള്ള പ്ലേ ഏരിയ, അപ്പോൾ സേഫും ആണ്. എല്ലാം നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്. പിന്നെ പുതിയ പ്രോപ്പർട്ടി ആണല്ലോ, സോ അതുപോലെ തന്നെ ആയിരിക്കും. സോ ദാറ്റ്സ് ഓൾസോ ബിഗ് പ്ലസ്. പക്ഷേ ഒരു കാടിന് നടുക്കൊരു പ്ലേ ഏരിയ. ഹാപ്പി ദേ ഓടുന്നു ഹാപ്പി ആയിട്ട്. ആൻഡ് ഫൈനലി വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. മൈ ഗോഡ്, ഡാഡിയൊക്കെ ഇത് കാണുമ്പോൾ ഷോക്കാവും കേട്ടോ. ഫ്ലവേഴ്സും
ഈ ഒരു സീറ്റിംഗ് ഏരിയയും ലോണും ഈ വില്ല താമസിക്കുകയാണെങ്കിൽ നേരിട്ട് ഇങ്ങോട്ട് ആക്സസ് ആണ് ആക്ച്വലി. ഗാർഡൻ ഓഫ് ഹെവൻ. ഡാഡി വരട്ടെ. ഡാഡി ബാക്ക്ഗ്രൗണ്ട് നോക്ക്. പേര് കൂടെ ഒക്കെ പോയി കേട്ടാ. ഞാൻ വീണ്ടും പറയാണ്, ഇങ്ങനത്തെ ഒരു സെറ്റിംഗിലിരുന്ന് ഇങ്ങനത്തെ വ്യൂവില് കോഫി കുടിക്കുന്നത് ഓസം ഫീലിംഗ്. അതിനോട് സ്നേഹമില്ലാന്ന് ഞാനും പറയില്ലല്ലോ, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം. ഭാര്യക്ക് ഭർത്താവുകളോടാണ് സ്നേഹം കുറേയിടെയായിട്ട്. ഞാൻ പലവരെ ഉദ്ദേശിച്ചാണ് ഇത് പറയുന്നത്. കൊറേ ഭർത്താക്കന്മാർക്ക് ഭാര്യയുടെ ഇത് സ്നേഹം കിട്ടുന്നില്ലത്. പഴംപൊരിയാ അത് ഇടയ്ക്ക് ബോളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. വേണോ? മുളക് ബജിയാണ്. ആ മുളക് ബജിക്ക് ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഈ തണുപ്പിൽ എരിവുള്ളതാ കഴിക്കേണ്ടത്. ആണോ? ഇതിന് ട്വിസ്റ്റ് കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ ഇവര്? പറഞ്ഞില്ലേ ഇവരുടെ കോൺസെൻട്രേഷൻ ഫുഡാണ്. ദ മെയിൻ തിങ് ഇസ് ദാറ്റ് ഇതിനകത്ത് സ്റ്റഫ്ഡ് വിത്ത് ചീസ് ആണ്. മുളക് ബജി സ്റ്റഫ്ഡ് വിത്ത് ചീസ്, സോ ദാറ്റ് ആ സ്പൈസിനെസ് മാനേജബിൾ ആവും. മനസ്സിലായോ? സാധാരണ ഈ മുളകിന് എരിവില്ല, പക്ഷെ കുറച്ച് എരിവുള്ള മുളകാ. അതിലൂടെ ചീസ് വിത്ത് സം ഒരു മസാലയൊക്കെ വെച്ച് ഒരു സംഭവമാണിത്. കഴിച്ചു നോക്ക്, നല്ലതാ. അയ്യേ, ഈ പയ്യൻ എന്തൊക്കെയാ കാണിക്കുന്നത്? പ്രിയയുടെ ഫേവറേറ്റ് സംഭവം കിട്ടി, സമൂസ. എനിക്ക് അതിന്റെ ഒന്ന് കടിച്ച് ആ കടിക്കുന്ന അത്രയും ക്രിസ്പിയാ. ഓ, ഫ്ലേക്കി ആൻഡ് ക്രിസ്പി, അടിപൊളി അല്ലേ? വേദുവിന് ഹോട്ട് ചോക്ലേറ്റും വന്നിട്ടുണ്ട്. ഈ കൂൾ കോഫി ഒരു രക്ഷയില്ല. പ്രോപ്പർ ജസ്റ്റ് കോഫി ആൻഡ് ഐസും മിൽക്കും ഇട്ടുള്ള സംഭവം. ഐസ്ക്രീം ഒന്നുമില്ല. സോ യു ക്യാൻ ടേസ്റ്റ് ദ റിച്ച്നെസ് ഓഫ് ദ കോഫി. കൊള്ളാം. ഹാപ്പി അല്ലേ ഡാഡി? അവക്കാടോ കഥ പറയണം കേട്ടാ. ആദ്യം നമ്മള് കൊടൈക്കനാലിൽ വന്നപ്പം അവക്കാടോ ഞാൻ 2-3 അവക്കാടോ വാങ്ങിച്ചോണ്ട് പോയി. അതിന്റെ സീഡ് വലിയ വലുതാണ്. അത് ഞങ്ങളുടെ വർക്കിംഗ് ഏരിയയുടെ ബാക്കിൽ കുറെ മണ്ണുണ്ടായിരുന്നു. അവിടെ രണ്ടും കൃത്യമായിട്ട് 2 സ്ഥലത്തായിട്ട് കുഴിച്ചിട്ടു. ഒരാഴ്ച കഴിഞ്ഞ് അത് കിളിച്ചു. കിളിച്ച് അത് വലിയ മരമായി. നല്ല പൊക്കത്തില് വന്നു. നല്ല പൊക്കത്തില് വന്നു. പക്ഷെ അത് സ്ട്രെയിറ്റ് ആയിട്ടാ വന്നത്. അതിന്റെ ബ്രാഞ്ചസ് ഒന്നും വന്നില്ല. അപ്പം അവിടെ ഞങ്ങൾക്കൊരു സ്ഥിരം ഗാർഡനറുണ്ട്. ആ ഗാർഡനോട് അവൻ ബംഗാളിയാ. അവനോട് ആന്റി ചോദിച്ചു ഇത് അവക്കാടോ ആണോ അല്ലയോ? ഇത് അവക്കാടോ ഒന്നും അല്ലാതെ. അപ്പൊ വെട്ടിക്കളയാൻ പറഞ്ഞു. പിന്നെ അതൊരു 7 വർഷം മുമ്പായിരിക്കും. അത് ഇന്നും പറഞ്ഞു കൊടുക്കാം, എന്റെ അവക്കാടോ ചെടി വെട്ടിക്കളഞ്ഞു. ഞാൻ നട്ട കുരു തന്നെയാണ്, ആ സ്ഥലത്ത് തന്നെയാണ് അത് കിളിച്ചിരിക്കുന്നത്. അപ്പൊ അത് അവക്കാടോ അല്ലാതെ പിന്നെ എന്താ? ഇനി നിങ്ങൾ മമ്മീനെ നേരിട്ട് കാണുമ്പോ, എക്സിബിഷനൊക്കെ കാണുമ്പോ ചോദിക്കണം എന്തിനാ ഡാഡിയുടെ അവക്കാടോ ചെടി വെട്ടിയത്. അവക്കാടോ ആയിരുന്നു, അവക്കാടോ തന്നെയായിരുന്നു. അത്രയും വളർന്നിട്ടില്ലത്. ഗൈസ്, ഞങ്ങള് കുറച്ചുനേരം റൂമിൽ പോയിരുന്ന് എല്ലാരും സംസാരിച്ച് ഇപ്പൊ രാത്രി ഇവര് ബാബയ്ക്ക് നമുക്ക് വേണ്ടി ചെയ്യാവുന്നതാന്ന് പറഞ്ഞു. സോ ബാബയ്ക്ക് ഡിന്നർ കഴിക്കാൻ പോവാണ്. വെദർ ഇസ് ജസ്റ്റ് ഗെറ്റിംഗ് ബെറ്റർ. ഇപ്പൊ അറൗണ്ട് ഒരു 17 or 16 ഡിഗ്രീസ് എങ്ങാണ്ടാണ്. ആൻഡ് ഇറ്റ്സ് സോ സൈലന്റ് ഓവർ ഹിയർ. പ്രിയയുടെ വേദനയും തമ്മിൽ തന്നെ സൗണ്ട് മാത്രമേ ഉള്ളൂ. എനിക്ക് ഇങ്ങനെ താമസിക്കുമ്പോൾ ഇങ്ങനത്തെ സ്ഥലത്ത് വേണം. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ സിറ്റിയിലേക്കൊക്കെ പോവാം. കണ്ട അന്ന് ഇപ്പൊ ബോൺഫയർ സെറ്റ് ചെയ്യും. അണ്ടർ ദ സ്റ്റാർസ് ആണ് ഇത് ഡിന്നർ. കാൻഡിൽ ലൈറ്റ് അല്ല, വലിയ കാൻഡിൽ ലൈറ്റ്, ഫയർ ലൈറ്റ് ആയിരിക്കും. സർവീസിന്റെ എക്സ്ട്രാordinary എന്താണെന്ന് അറിയോ? സൈഡ് ടേബിൾ വരെ അവര് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടൈം യു സീയിങ് ഇറ്റ് അല്ലേ? കുറെ സാധനങ്ങൾ എപ്പോഴും കൈ കാണും. വേദോ തൊടണ്ട. അതെ, വാട്ടർ ബോട്ടില് ഇരിക്കും. ബാർബക്യൂ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷെ പറഞ്ഞില്ലേ, ക്വാളിറ്റി ഇസ് ഫസ്റ്റ് എന്നുള്ളത്. ഇതില് വെറുതെ എണ്ണയും മറ്റേത് മറിച്ചതൊന്നും അല്ല ഇടുന്നത്. ഞാൻ നോക്കിയപ്പോ അത് പ്യുവർ ബട്ടറാണ് അതിൻ്റെ അകത്ത്. ബട്ടർ അല്ല, കണ്ടോ? അപ്പോൾ ഗ്രില്ല് വരെ അവർ സീസൺ ചെയ്യുന്ന ബട്ടർ വെച്ചാൽ യു ക്യാൻ ഇമാജിൻ ഹൗ മച്ച് അറ്റൻഷൻ ടു ക്വാളിറ്റി ദീസ് പീപ്പിൾ ആർ ഗിവിംഗ്. ആൻഡ് ഫുഡിന്റെ കാര്യത്തിൽ ഇവർ പറഞ്ഞതിൽ ഒരു സംശയവും ഇല്ല ഇപ്പൊ എനിക്ക്.
സൂപ്പ് മുർഗ്ദാനി ചിക്കൻ സൂപ്പാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു കറി പോലെ ഇല്ലേ? ആ, ഒരു ഗ്രേവി കഴിച്ചാൽ അതൊരു ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ഫ്രഷ് ആയിട്ട് ഫുഡ് ബാർബിക്യൂ. സോ ഐ തിങ്ക് ഇറ്റ്സ് മലായ് ടിക്ക, ഹരിയാലി ടിക്ക ആൻഡ് സം വെജ് ഗ്രിൽഡ് വെജ് ആയിരിക്കും. നല്ല മണം, ബട്ടറിന്റെ മണം. എന്നിട്ട് അവര് നല്ല മലയാളം മ്യൂസിക്കും പ്ലേ ചെയ്യുന്നുണ്ട് ഇൻസ്ട്രുമെന്റില്. പ്രിയയുടെ ഫേവറേറ്റ് സോങ് ആണ് ഇൻസ്ട്രുമെന്റിൽ പ്ലേ ചെയ്യുന്നത്. എന്ത് വേണം പ്രിയ ഇത് കാട്ടി? കൊടൈക്കനാല് വരണ്ടെന്ന് പറഞ്ഞ ആളാ. മലായ് ചീസ് ചിക്കൻ, ഹരിയാലി ചിക്കൻ, ഗ്രിൽഡ് വെജിറ്റബിൾസ് എല്ലാം കൂടെ കൊണ്ടുവന്ന് ഈ ബോൺഫയറിലിരുന്ന് എൻജോയ് ആണ്. ഈ മലായ് ചിക്കൻ കഴിച്ചു, എന്തൊരു ജ്യൂസിയാ, എന്തൊരു ഫ്ലേവറാ. എക്സാജറേഷൻ അല്ല ഗൈസ്, ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് ആ ബട്ടർ ഉപയോഗിച്ച് സീസൺ ചെയ്യുമ്പോൾ തന്നെ ക്വാളിറ്റി വ്യത്യാസമുണ്ട്. ഇറ്റ്സ് സോ പെർഫെക്റ്റ് ചാർ, പെർഫെക്റ്റ്ലി കുക്ക്ഡ്, ഒട്ടും ഡ്രൈഡ് ഔട്ട് ആയിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഗ്രില്ല് നോക്കുന്നതിന്റെ ഒരു ഗുണമാണ്. കണ്ടോ, ഒട്ടും പിങ്കിഷ് അല്ല, വൈറ്റിഷ് ആയിട്ടുണ്ട്. പക്ഷെ ഇറ്റ്സ് സോ ജ്യൂസി ആൻഡ് ഡെലിഷ്യസ്. അതോടെ വെതറും മ്യൂസിക്കും ജസ്റ്റ് ബ്ലെസ്ഡ്, അത്രേ പറയാൻ പറ്റുന്നുള്ളൂ. ഇതൊക്കെ എൻജോയ് ചെയ്യാൻ, അനുഭവിക്കാൻ പറ്റുന്നതിന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സാധനം കൂടെ കിട്ടി. നല്ല ഗ്രിൽഡ് പ്രോൺസും നല്ല സ്റ്റഫ്ഡ് മഷ്റൂം. അടിപൊളി. പ്രോൺസ് അമ്പോ, ഇത് നമുക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്താൽ തോന്നുന്നു. പ്രിയ, പ്രോൺസ് എന്താ ഫ്ലേവർ ആണെന്നറിയോ? ഇഞ്ചിപ്പുളി, നമ്മളെ നാടൻ മലബാർ ഇഞ്ചിപ്പുളി പ്രോൺസ്. ഓ അവനെ ഫുഡ്, നിങ്ങൾ ഇവിടെ താമസിച്ചെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി തന്നെ ഇവിടെ വരാം കേട്ടാ, ഒരു രക്ഷയില്ല. മലബാർ ഇഞ്ചിപ്പുളി പ്രോൺസ്. 5 സ്റ്റാർ സർവീസിന് ഒരു 7 സ്റ്റാർ കൊടുക്കാനുള്ള ഒരു സിംഗിൾ കാര്യം പറയട്ടെ. ഞാൻ വേദുവിന് ചപ്പാത്തിയും ഷുഗറും പറഞ്ഞു, പക്ഷെ അവര് വേദുവിന് സ്പൈസി അല്ലാത്തൊരു കറി വേദുവിന് സ്പെഷ്യൽ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞോലില്ല, ഉണ്ടാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നു വെജ് സ്റ്റൂ. അതിനെന്താ പറയണ്ടേ? സർവീസിന് അപ്പുറം അല്ലേ അല്ലേ? നമ്മുടെ സ്റ്റാർട്ടേഴ്സ് കഴിഞ്ഞു എന്ന് വിചാരിക്കും. നമ്മൾ സ്റ്റാർട്ടേഴ്സിൽ തന്നെ മിക്കവാറും ഒതുക്കും. നല്ല ചൂട് പാറുന്ന തന്തൂരി തങ്കടി കബാബ്. ലുക്ക് ഹൗ ബട്ടറി ആൻഡ് ജ്യൂസി ഇറ്റ് ഈസ്. കട്ടിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷെ നല്ല ചൂട്. ആ ക്രന്നം കാണിച്ചു വെറുതെ പൊള്ളിക്കണ്ടല്ലോ, ഇനിയും കഴിക്കാനുള്ളതല്ലേ. ഇത് ഒട്ടും പ്രതീക്ഷയിലാട്ടാ. ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഗ്രിൽഡ് ഐറ്റം ആണ് ഗ്രിൽഡ് പൈനാപ്പിൾ. അതൊരു പിക്കിൾഡ് രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ഇതിന്റെ മണം ഇവിടം വരെ എടുക്കുക, ആ കാരമലൈസേഷന്റെ മണം. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഷുഗറി ആണെന്ന് തോന്നുന്നു. കാരണം ആ ഷുഗറിന്റെ മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈനാപ്പിളിന്റെ ഷുഗറിന്റെ മണം ഇവിടം വരെ കിട്ടാം. മീൽ ഒരു പെർഫെക്റ്റ് ബാർബിക്യൂ. ഇത് എവറിത്തിങ് സീംസ് ടു ഗുഡ് ടു ബി ട്രൂ എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും എനിക്ക് ഇന്നത്തെ വ്ളോഗിൽ നിന്ന് ഇന്നത്തെ വ്ളോഗിൽ നിന്നും കിട്ടുന്നത്. പക്ഷേ ദാറ്റ് ഇസ് എ ഫാക്ട്. കാരണം അത്രയും ഹയസ്റ്റ് റേറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസിലാണ് വന്നിരിക്കുന്നത്. നോ വൺ ക്യാൻ ഫോൾട്ട് ഇറ്റ്. പിന്നെ നമുക്ക് വെറുതെ ഇത് മിസ്ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്നില്ലെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്ന കുറേ പേര് കാണും, അല്ലെങ്കിൽ ഓൾറെഡി താമസിച്ചവർ കാണും. സോ അങ്ങനെ കളിക്കഴിഞ്ഞാൽ അവർ ഒബ്വിയസ്ലി ഇതിൽ കമൻറ്റ്, അല്ലെങ്കിൽ അവരതിനെക്കുറിച്ച് എന്തായാലും അതിനെക്കുറിച്ച് ഞങ്ങളുടെ ഓപ്പോസിറ്റ് ആയിട്ട് പറയും. പക്ഷേ ഇത് 2 പ്രോപ്പർട്ടിയിലും അങ്ങനെ പറയില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. ഗ്രില്ല് ചെയ്തതാടി കഴിച്ചില്ലേ? നല്ലല്ലേ? ഭയങ്കര ടേസ്റ്റ് അല്ലേ? ഇനിയില്ല, ഗ്രില്ലൊക്കെ പൂട്ടി. ഭയങ്കര ടേസ്റ്റ് അല്ലേ? അതാ പറഞ്ഞ മസാല തേച്ചിട്ട് ഗ്രില്ല് ചെയ്യണം. ആ, അപ്പൊ നല്ല പഴുത്ത പൈനാപ്പിൾ ആണെങ്കിൽ അതിന്റെ ഷുഗർ കാരമലൈസ് ആവും. കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഡാഡിക്ക് ഫൈനലി ഒരു ചപ്പാത്തി സ്റ്റൂ. നല്ല ചപ്പാത്തി, ഇത് അടിപൊളിയല്ലേ? സ്റ്റൂ നല്ലതല്ലേ? വേദു അവൻ ആദ്യമായിട്ട്, സാധാരണ പഞ്ചസാര എന്നല്ല കഴിക്കുന്നത്, ഇപ്പൊ അവന് ഒരു ചപ്പാത്തി കൂടെ വേണമെന്ന് 2 കഴിച്ചു. അവന് അത്ര ഇഷ്ടപ്പെട്ടു. സോ ഇമാജിൻ ഹൗ ഗുഡ് ദ ഫുഡ് ഇസ്. നമ്മൾ ഇതുവരെ കൊടൈക്കനാൽ ഇത്ര എൻജോയ് ചെയ്തിട്ടുണ്ടോ? അല്ല, എൻജോയ് ചെയ്തിട്ടുണ്ടോ ഇത്രയും കൊടൈക്കനാല്? അത് ഈ താമസിക്കുന്ന സ്ഥലങ്ങളുടെ ആൻഡ് ഫുഡിന്റെ ക്വാളിറ്റി അല്ലേ? നമുക്ക് വ്ലോഗിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നമുക്ക് അതുകൊണ്ട് നല്ല സ്ഥലങ്ങളൊന്നും അറിയില്ല, ഉള്ളത് ഒരു സ്ഥലം നോക്കി പോകും, അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ് തിരിച്ച് ഞങ്ങൾ റൂമിലേക്ക് എത്തി. നല്ല തണുപ്പുണ്ട് കേട്ടോ വെളിയിൽ. സോ നാളെ ഇവർ കുറച്ച് ഇവരുടെ ഹിഡൻ ഡെസ്റ്റിനേഷൻസ് ഒക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പക്ഷെ നല്ല സുഖമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങണം. അപ്പോൾ രാവിലെ മിക്കവാറും കുറച്ച് ലേറ്റായിട്ട് എഴുന്നേക്കുള്ളൂ. അത് കഴിഞ്ഞ് ഇവരുടെ സീക്രട്ട് ലൊക്കേഷൻസും കൂടെ ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്യാം. എന്തായാലും ദ്വാര ഇസ് അമേസിംഗ്. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ആഫ്റ്റർനൂൺ ആണ്. വെൽക്കം ടു അവർ ഡേ 2 അറ്റ് ദ്വാര റിസോർട്ട് കൊടൈക്കനാൽ. ഇന്ന് നമ്മൾ ഉച്ചയ്ക്കാണ് എഴുന്നേറ്റത്. പക്ഷെ ആദ്യമായിട്ട് ഒരാൾ ബ്രഞ്ച് കഴിച്ചിരിക്കുന്നു ഒരു ഹോട്ടലിൽ വന്നിട്ട്. വിശപ്പ് തണുപ്പ് കാരണം നിൽക്കുന്നു.
അപ്പോൾ നമ്മൾ റൂമിലിരുന്ന കഴിച്ചത്. ഇനി നമ്മൾ ഇവിടുത്തെ ഒരു നല്ല ഒരു ഡിൻഡുക്കൽ ബിരിയാണി ഒക്കെ ഉണ്ട്. നല്ല ബിരിയാണി കിട്ടും പ്രിയ, നല്ല ബിരിയാണി. ഡിൻഡുക്കൽ ബിരിയാണി കഴിച്ചിട്ട് ഇവര് കുറച്ച് ഹിഡൻ സ്പോട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഒക്കെ ഇടയിൽ ഇവിടെ നമ്മൾ ഊട്ടിയിലെ മോദീസ് പോലെ ഇവിടെ എവിടെയെങ്കിലും നല്ല ഹോട്ട് ചോക്ലേറ്റ് കിട്ടണമെങ്കിൽ അതും കഴിക്കണം. ആൻഡ് കൊടൈക്കനാൽ ഇസ് ബ്യൂട്ടിഫുൾ. എന്ത് ഹോട്ട് ചോക്ലേറ്റ് എനിക്ക് മാത്രം. മോർണിംഗ്, വെരി ഹാൻഡ്സം ഡ്രസ്. ഗുഡ് ആഫ്റ്റർനൂൺ. നല്ല കിഡിലൻ കോട്ട് സെറ്റ് ഒക്കെ ഇട്ട് വേദ ഇറങ്ങിയിരിക്കുകയാണ്. പ്രിയ രാജസ്ഥാനിന്ന് എടുത്ത സ്വെറ്റർ. ജയ്പൂരിൽ നിന്നല്ല, ജയ്സൽമേർന്ന് എവിടുന്ന അവിടുന്ന് വാങ്ങിയ ഒരു സ്വെറ്റർ ഒക്കെ ഇട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇതിട്ടായിരുന്നോ? ഓക്കെ. പിന്നെ ഡാഡി ഇപ്പൊ വരും, ഒരു ഫുൾ സ്ലീവ് ഷർട്ട് ഒക്കെ ഇൻസേർട്ട് ചെയ്ത് കേട്ടാ. റെസ്റ്റോറന്റ് ആണ് ഇവരുടെ. ഞാൻ പറയാണ്, റൂംസ് ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് ക്ലീൻ, ഔട്ട്സ്റ്റാൻഡിങ് ഒന്നുമല്ല. പക്ഷെ ഇവരുടെ സർവീസിലും ഫുഡും ആണ് ഇവര് exceeding the expectation. എന്ത് ബ്യൂട്ടിഫുൾ വ്യൂ ആണ് നോക്ക്. ആൻഡ് ദ റെസ്റ്റോറൻറ്റ് ഇസ് ഓൾസോ വെരി വെരി ക്ലീൻ. എല്ലായിടത്തും നല്ല മണമാണ്, നല്ല ഫുഡുമാണ്. ഇന്നലത്തെ കഴിച്ച ഓർമ്മയില്ല രാത്രി കഴിച്ചത്? ഡാഡി, ആ ഗ്രിൽഡ് പൈനാപ്പിൾ ഓർമ്മയുണ്ടോ? ഇന്നലെ കഴിച്ച ഗ്രിൽഡ് പൈനാപ്പിൾ ഇന്നുണ്ടോന്നാ അറിയില്ല. ഇന്നലെ നന്നായിരുന്നു. അത് 2 വർഷം കിട്ടിയുള്ളൂ. ഇന്നത്തേക്ക് നമുക്ക് റെഡിയാക്കാം. കാലോയ് നല്ലൊരു മട്ടൻ ഡിഷ് കഴിച്ചിട്ട്. ഇത് ഇവരുടെ ഒരു സ്പെഷ്യൽ മട്ടൻ ഡിഷാണ്. മറ്റേ വറ്റമുളകും കാഷ്യും ഗാർലിക്കൊക്കെ ഇട്ട് മട്ടനിൽ നമുക്ക് തുടങ്ങാൻ പറയാം. അതിന് മട്ടൻ ബിരിയാണി. ഓ, മട്ടൻ ബിരിയാണിയും വേണ്ടോ? ഇത് ഇനി വരുന്നുണ്ട്. അമ്മോ, ഇവരുടെ മട്ടൻ ഉണ്ടല്ലോ. നിങ്ങൾ ഇവിടെ വന്ന് ഇതൊന്ന് ട്രൈ ചെയ്യുക. ഇഫ് യു ലൈക്ക് മട്ടൻ, വൺ ഓഫ് ദ ബെസ്റ്റ്. ഇറ്റ്സ് സോ പെർഫെക്റ്റ്ലി സ്പൈസ്ഡ്. എനിക്ക് തോന്നുന്നു ആ വറ്റമുളകിൻ്റെ ഫ്ലേവർ ഭയങ്കരമായിട്ട് ഇതിലൂടെ വന്നിട്ടുണ്ട്, ഡ്രൈഡ് ചില്ലിയുടെ. പിന്നെ പെപ്പർ, ക്യൂമിൻ, കൊറിയാൻഡർ, അങ്ങനത്തെ ഒക്കെ ഒരു സംഭവമാണ്. ഒരു ചെട്ടിനാട് സ്റ്റൈൽ സംഭവം എന്തായിട്ട് എനിക്ക് തോന്നുന്നത്. ഫാറ്റി മട്ടൺ പീസസ് ആൻഡ് ഇറ്റ്സ് ബോൺലെസ്. ഓ മൈ ഗോഡ്. വേറെ വന്നു കഴിഞ്ഞാൽ ഒരു മേജർ മീൽ ബ്രേക്ക്ഫാസ്റ്റ് അല്ലാതെ ഇവിടുന്ന് കഴിക്കുക. കാരണം ഇവരുടെ ഈ മട്ടൻ ബിരിയാണി ഉണ്ടല്ലോ, ദിണ്ടുക്കൽ മട്ടൻ ബിരിയാണി, ദിസ് ചിക്കൻ അല്ല സോറി ദിസ് മട്ടൻ ചെട്ടിനാട് സ്റ്റൈൽ റോസ്റ്റ്. ആ തൈരിന്റെ കട്ടിയെന്ന് എടുത്ത് കാണിച്ചാൽ ഇത്രയും കട്ടി തൈരാണ് അവർ സാലഡിൽ തരുന്നത്. ആൻഡ് ഇവരെന്തും പറയാനില്ല, ആസ്വദിക്കുക അല്ലേ. എന്തൊരു ടേസ്റ്റാണ്. വെളിയിൽ പോയി ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ തോന്നുന്നില്ല ഫുഡിന്റെ ക്വാളിറ്റി കാരണം അല്ലേ. ഡാഡിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവരുടെ കാണുമ്പോൾ തന്നെ അറിയാലോ ക്വാളിറ്റി ഓഫ് ദിസ്. ഭയങ്കര ടേസ്റ്റാന്ന് പറയുന്നത്. ഡാഡി ഭയങ്കര എൻജോയ് ചെയ്ത് കഴിക്കുന്നത്. എനിക്ക് കുറച്ച് തൈര് സാധനം കഴിച്ചാൽ ഡൈജഷൻ ആവും. വേണ്ട, അത് വേണ്ട, അത് വേണമെങ്കിൽ ഞങ്ങൾ കഴിച്ചോളാം. പുഡിംഗ് എന്താന്ന് ഗസ് ചെയ്താൽ നിങ്ങൾക്ക് ഈവനിങ് ഒരു സമോസ വാങ്ങി തരും. എന്ത് മിൽക്ക് അല്ല, എന്ത് മിൽക്ക് ആയിരിക്കും ഡാഡി? റോസ് മിൽക്ക് പുഡിംഗ്. ആലോചിച്ച് റോസ് മിൽക്ക് പുഡിംഗ് എന്തൊരു ഇന്നോവേറ്റീവ്. ഇപ്പോഴത്തെ റിസോർട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ഓ വാട്ട് കൺസിസ്റ്റൻസി, മൈ ഗോഡ്. റിസോർട്ട്സ് ഒക്കെ ഫുഡിന് എന്തോ ഒരു അറ്റൻഷനാണ് കൊടുക്കുന്നത്. കട്ടി റോസ് മിൽക്ക് കഴിക്കുന്ന ഫ്ലേവർ പക്ക. പഴയ ബിംബീസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കൊച്ചിയിൽ, അവിടുത്തെ റോസ് മിൽക്ക് വാസ് റിയലി ഗുഡ്. അതിന്റെ കട്ട പിടിച്ച ഒരു പാല് കുടിക്കുന്ന കഴിക്കുന്ന ടേസ്റ്റ് അല്ലേ. ഐസും അല്ല, പ്രോപ്പർ പുഡിംഗ് ടെക്സ്ചറും ആണ്, നല്ല റോസ് മിൽക്ക് ഫ്ലേവറും ഉണ്ട്. കൊള്ളു ഡാഡി. ഡാഡി കൊടൈക്കനാൽ വന്നപ്പോ തൊട്ട് തുടങ്ങിയതാ. വെരി ഗുഡ്. ഇങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ റിസോർട്ടിന്റെ ഹോട്ടലിൽ വന്നാലേ ഇത്രയും നല്ലത് കിട്ടും. ഫുഡൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റൂമിലിരുന്ന് നമ്മൾ എല്ലാം കാമൻ പീസ് സംഭവമാണ്. ഇവിടെ വന്നേ പിന്നെ നമ്മൾ തിരക്കുള്ള ഗുണ കേവ്സും കൊടയിലേക്ക് ഒന്നും പോകുന്നില്ല. നമ്മൾ നമുക്ക് പറ്റിയ കുറച്ച് യുണീക്ക് സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. ഒക്കെ വെദർ ഇറ്റ്സ് ലൈക്ക് എക്സാക്ട് 3 o'clock. 3 o'clock ആണ് ഉച്ചയ്ക്ക്. അടിപൊളി അല്ലേ. ഞാൻ വിചാരിച്ച നമ്മൾ റൂമിലിരുന്നായിരുന്നെങ്കിൽ ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുമോ? ഇത് ഏത് ഏരിയ ഇവരോടൊന്ന് ചോദിക്കണേ. എന്തൊരു വ്യൂ പോയിന്റ് നോക്ക്. ബാക്കിയുള്ള വ്യൂ പോയിന്റിലൊക്കെ പോയി കഴിഞ്ഞാൽ പാർക്കിംഗ് ടിക്കറ്റിൽ ക്യൂ ആയിരിക്കും. ഇവിടെ 1, 2, 3 ഒന്ന് നമ്മുടെ വണ്ടിയാണ്. ശരിക്കും അവർ നമ്മൾ ഓഫ് റോഡിൽ കൊണ്ടുവരും. പിന്നെ നമുക്ക് അതിൽ പോയി കഴിഞ്ഞാൽ വോമിറ്റിംഗ് ടെൻഡൻസി ഉള്ളതുകൊണ്ട് നമ്മുടെ വണ്ടി വന്നതാണ്. ആ കൂടെ 3 വണ്ടിയുണ്ട്, നമ്മളും ഉണ്ട്. എന്താ അല്ലേ സ്ഥലം. ഓ ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ് പ്ലേസ്. Everywhere it's just so beautiful. Kodai, we have never experienced this beauty in Kodaikanal. My God. Ready? പൊളിയല്ലേ?
കൊടൈക്കനാൽ പൊടിയല്ലേ? നമ്മൾ ഇതുവരെ കൊടൈക്കനാൽ വന്നിട്ട് ഇങ്ങനെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. എല്ലാം ക്യൂ നിന്ന് കാണുന്ന കുറച്ച് സ്ഥലങ്ങൾ കണ്ടിട്ട് പോകും. ഇനി ഇതിനെ കാട്ടി ഭംഗിയുള്ള സ്ഥലത്തേക്ക് അടുത്ത പോകുന്നത്. ഗുണയിലൊന്നും പോകുന്നില്ല. ഇവര് പോയിട്ട് ഒരു 3 കിലോമീറ്റർ ക്യൂ ആയിരുന്നു. ആൻഡ് ഒന്നും കാണാൻ പറ്റില്ല, വെളിയിൽ നിന്ന് കണ്ടിട്ട് വരണം, അത്രേ ഉള്ളൂ. നമ്മുടെ വണ്ടി അവിടെ ഇട്ടിട്ട് നമ്മളൊരു എപ്പിക് അഡ്വഞ്ചറിന് പോവാണ്. ഒരു 17 മണിക്കൂർ ഓഫ് റോഡ് റൈഡ്. ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി നമ്മളവിടെ എത്തുമ്പോ ഒരു സംഭവം ആയിരിക്കും പ്രിയ. ഇത്രേ ഓഫ് റോഡ് ചെയ്ത് വന്ന സ്ഥലത്ത് നല്ല ഒരു കഫേ ഉണ്ട് പ്രിയ. ഇതിനും വന്നു. പിന്നെ ഈ ഒരു അൺബിലീവബിൾ വ്യൂ. പിന്നെ ഊഞ്ഞാലും ആടണമെങ്കിൽ ഊഞ്ഞാലും ആടാലോ. എവിടെ കിട്ടും? ഓഫ് റോഡിങ് ചെയ്ത് കുലുങ്ങി കുലുങ്ങി വന്നു. അതെ. നീ ഇവിടുത്തെ വ്യൂ ഒന്ന് നോക്കിക്കേ. പ്രിയ നോക്കുന്നുണ്ട മറ്റേ പാകിസ്ഥാനിലെ യുദ്ധത്തില് എന്താ ശരിക്കും കാണണ്ടേ ഇവിടുന്ന്? ആണോ? ഓ എന്താന്നല്ലേ, അവിടെ താഴെ കാണുന്നതാണ് പഴനി. എന്തൊരു വ്യൂ പോയിന്റാ. ഇവിടുന്ന് ലക്സ് ഗ്ലാം കാണാം. ഇവിടെ വന്ന് നോക്കണം, കുഴപ്പമില്ല, ഞാൻ വീഡിയോ എടുക്കാം. നമ്മുടെ താമസിച്ച ഗ്ലാമ്പിങ്ങേ ഇത് കണ്ട. ഇവിടെ നിന്ന് എനിക്ക് അത്രയും സൂം ഇല്ല, പക്ഷെ കണ്ട അവിടെ അറ്റത്ത് കണ്ട, അടിപൊളി. കണ്ട ഇവിടെ ഇതൊക്കെ ഇവര് അറേഞ്ച് ചെയ്യുന്ന കേട്ടോ, ദ്വാര റിസോർട്ട്. നിങ്ങളെ ഒന്ന് എക്സ്പീരിയൻസ് ഇവരുടെ ഹോസ്പിറ്റാലിറ്റി. ഇപ്പൊ എനിക്കൊന്ന് നല്ല റേറ്റിൽ പ്രോപ്പർട്ടി കിട്ടുന്നുണ്ട്. പ്രിയ, ഞാൻ നല്ല കിഡിലെ ഫോട്ടോ എടുത്തു. ഊഞ്ഞാലാടണം എല്ലാം വേദോ എൻജോയ് ചെയ്തില്ലേ? പോവാൻ തിരിച്ചു കേട്ടാ. ബാ, ഇനി പറ്റുമെങ്കിൽ പ്രിയ, ഇനി പറ്റുമെങ്കിൽ ഒരു ഹോട്ട് ചോക്ലേറ്റ്. ആണല്ലേ? ഇതിനൊന്നും അല്ല. ഭയങ്കര ഹൈപ്പിൽ വന്നിരിക്കുകയാണ് മക്കോഫ ചോക്ലേറ്റിനോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാൻ. എങ്ങനെ ഇരിക്കുമാവും? മോഡീസ് ഊട്ടിയുടെ അത്രയൊന്നും വരില്ല, പക്ഷെ എനിക്കൊന്ന് കൊടൈക്കനാൽ ഉള്ളതില് ഡ്രിങ്കിങ് ചോക്ലേറ്റ് ആയിട്ട് കുഴപ്പമില്ല. വേറെ 2 സ്ഥലമുണ്ട്, പക്ഷെ അവിടെ നിന്ന് അറിയോ വെറുതെ കുറെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് തരും. അത് കുടിക്കുന്നതല്ല, ഒരു ഹോട്ട് ചോക്ലേറ്റ് പറയാവുന്നുള്ളൂ. പക്ഷെ കുടിക്കാൻ പറ്റിയാൽ മേ ബി ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് കിട്ടാവുന്ന ഉള്ളതിൽ ബെറ്റർ ഇതായിരിക്കും. എനിക്കൊന്ന് 150 രൂപ ഒരു ഗ്ലാസ്സിൽ. പക്ഷെ ഇറ്റ്സ് നോട്ട് ബാഡ് അറ്റ് ഓൾ. പക്ഷെ ഐ പ്രിഫർ മോദീസ് മച്ച് മോർ. തിരിച്ച് കറക്റ്റ് ആ സൺസെറ്റ് ടൈമിൽ നമ്മൾ ദ്വാരയിലേക്ക് എത്തി. ഇത് ആക്ച്വലി ഒരു സൺസെറ്റ് പോയിന്റ് ആയിട്ട് തന്നെ വെക്കാം. റൂംസ് ഞാൻ കാണിച്ചതുപോലെ തന്നെ ഇറ്റ്സ് ജസ്റ്റ് പെർഫെക്റ്റ്, സ്പേഷ്യസ്, ക്ലീൻ. നമ്മൾ പോകുമ്പോൾ വീണ്ടും ഓരോന്ന് ഹൗസ് കീപ്പിംഗ് ചെയ്യും, എല്ലാം ചെയ്യും. അങ്ങനെ നമ്മുടെ കുറെ അഡ്വഞ്ചർ കഴിഞ്ഞു. ബാക്ക് ടു ഹോം. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഫൈനലി നമ്മൾ കൊടൈക്കനാലിലെ ലാസ്റ്റ് നൈറ്റ് സ്പെൻഡ് ചെയ്യുകയാണ്. I will truly miss this walking in this weather. It has been so good. The resort has been so good. നമ്മൾ സ്ലൈറ്റ് ഡിന്നർ കഴിക്കാൻ പോവാ. ഒരു പൊറോട്ടയും സൂപ്പും കഴിക്കാൻ ഒരു ഭയങ്കര ആഗ്രഹം. ഒരു പൊറോട്ടയും ഒരു സൂപ്പും കുറച്ച് ചിക്കൻ ഫ്രൈയും ഒരു മട്ടൻ റോസ്റ്റും പിന്നെ കുറച്ച് ബ്രെഡ് പുഡിങ്ങും. അത് തന്നെ. ആ സെയിം അല്ലേ? റിപ്പീറ്റ് അല്ലേ ഫോർ യു? പിന്നെ പൊറോട്ട മതി. 2 ചപ്പാത്തിയും ചിക്കനും വേദുവിനെല്ലാം തരാം കേട്ടാ. വേദുവിനെ കാണാൻ പോലും വയ്യ. ഓ, നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ആണ്. അപ്പൊ നാളെ രാവിലെ കാണിക്കാം. ദിസ് ഇസ് ദ സ്പ്രെഡ്. ഓക്കെ, അപ്പൊ ചിക്കൻ സ്റ്റൂ ഒക്കെ കാണും കേട്ടോ രാവിലെ. ക്രിസ്പി ദോശ കാണും, എഗ് ദോശയൊക്കെ കാണും രാവിലെ. ഡാഡി രാവിലെ പൊളിക്കണം കേട്ടാ. ലൈറ്റ് ഡിന്നർ നമ്മൾ തുടങ്ങുന്ന നല്ല സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പിലേക്കാണ്. എവറിത്തിങ് സോ ഫ്രഷ്. എന്തോരം വെജിറ്റബിൾസ് ആണ് നോക്ക്. ഇത് 2 ദിവസത്തേക്കുള്ള വൈറ്റമിൻസും കിട്ടും, പ്രോട്ടീനും ഉണ്ട്. വേദോന് ഇത് പപ്പടം ഇഷ്ടം വെച്ചാൽ അവരൊരു വലിയ ബാസ്ക്കറ്റ് ഓഫ് പപ്പടം കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇതേ 2 പപ്പടം മോഷ്ടിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. ഇത് നമ്മുടെ അന്തുവിന്റെ ഫേവറേറ്റ് ഒരു ചിക്കൻ ഡിഷാണ്. ഇതിന്റെ പേര് മോണിക്ക. ചിക്കൻ മോണിക്ക. അത് തന്നെ, നമ്മുടെ ഡാർലിംഗ് ആണ് ചിക്കൻ മോണിക്ക. നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ എപ്പോഴെങ്കിലും. എനിക്കൊന്ന് അരിപ്പയിലൊക്കെ കിട്ടും തോന്നുന്നു. കുറച്ച് സ്വീറ്റ്, കുറച്ച് സ്പൈസി, കുറച്ച് ഇതുപോലെ ഗ്രേവി ഒക്കെ ഇട്ട് ഒരു അടിപൊളി സംഭവമാണ് ചിക്കൻ മോണിക്ക.
കേരളത്തിൽ കിട്ടുന്നതിനെ കാട്ടി നല്ല ഫ്ലേക്ക് കേരള പൊറോട്ട പെർഫെക്റ്റ് സൈസും ആണ്. നല്ല ക്രിസ്പി, നല്ല ചൂടായിട്ട്. ലുക്ക് അറ്റ് ദ മട്ടൻ കറി. ഇത് കേരള സ്റ്റൈൽ മട്ടൻ കറിയാണ് അവർ ചെയ്ത് തന്നത്. മെനുവിലില്ലെങ്കിൽ അവരങ്ങനെ ചെയ്തു തരിക. ബെസ്റ്റ് പാർട്ട് ഇസ് ദാറ്റ് ഇറ്റ് ഇസ് ബോൺലെസ്, സോ യു കൻ എൻജോയ് ദ പ്യുവർ മീറ്റ് ഫ്രം ദിസ്. അടിപൊളി, എന്തൊരു മീലാണ്. ഷോ ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്. നമ്മൾ ഇന്നലെ വേണമെന്ന് പറഞ്ഞിട്ട് അവർ ഇന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് വേണ്ടി ബേക്ക് ചെയ്തതാണ് വിത്ത് ബ്രെഡ് ആൻഡ് ബട്ടർ പുഡിംഗ്. നമുക്ക് വേണ്ടി മാത്രം കണ്ട ഡയറക്റ്റ് ആയിട്ട് ബേക്ക് ചെയ്ത് വെളിയിലേക്ക് കൊണ്ടുവന്നതാണ്. പ്രിയാണ് ഇന്നലെ പറഞ്ഞത് വേണമെന്ന് അല്ലേ? How good is this bread pudding? I never had such a good bread pudding. സാധാരണ ഫുൾ സോഗി ആയിരിക്കും. ഇത് മേളില മുരിഞ്ഞ സംഭവം. ടേസ്റ്റ് ഓൾമോസ്റ്റ് ലൈക്ക് മാഷ്മെല്ലോ. അകത്ത് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് കസ്റ്റേർഡ് ആൻഡ് ബ്രെഡ് ടുഗദർ. വെരി സിമ്പിൾ. ഇടയ്ക്ക് കുറച്ച് റേസിൻസും ഉണ്ട്. വെരി ഹോട്ട്, വെരി ടേസ്റ്റി. For me. ഞാനാണ്. നോ, ബ്രെഡ് പുഡിംഗ്. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പൊ നമ്മൾ കൊടൈക്കനാലിൽ ഇറങ്ങാൻ പോവാണ്. അതിന് മുമ്പ് ദ്വാരയുടെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ എങ്ങനെയുണ്ടെന്ന് നോക്കണം. എനിക്ക് ഏറ്റവും സ്ട്രെസ് ഫ്രീ എന്താ അറിയോ, നമ്മുടെ വണ്ടി വന്നതുകൊണ്ട് ഇവിടെ 2 ചാർജിങ്ങിൻ്റെ സ്ഥലമുണ്ട്. ഏത് ഈ ദ്വാര ഹോട്ടലിൽ തന്നെ സ്ലോ ചാർജിങ് ആണ്, എന്നാലും 22 കിലോവാട്ടിന് ചാർജിങ് ഉണ്ട്. സോ നമുക്ക് ഇനിയിപ്പം എറണാകുളത്ത് എത്താൻ വരെയുള്ള ചാർജ് ഉണ്ട്. സോ പയ്യെ ഇനി നമുക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് ഇറങ്ങിയാൽ മതി. അടുത്ത് എവിടെയും നിർത്തണ്ട. ഒരു അടിപൊളി സെറ്റപ്പാണ് ദ്വാര. പുതിയ റിസോർട്ടാണ്, 2 years ആയിട്ടുള്ളൂ ഇവർ. സോ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇന്നലെ രാത്രി ജസ്റ്റ് ഒന്ന് അവർ വെച്ചതൊക്കെ കാണിച്ചായിരുന്നു. ലെമൺ മിൻറ്റ് കൂളർ, ഗ്രേപ്പ് ജ്യൂസ്, ഫ്രഷ് ഫ്രൂട്ട്സ്, ചോക്കോസ്, ബ്രെഡ്സ്. ഇവരുണ്ടാക്കുന്ന ഇതാണ്, ജാം അല്ല, പ്രിസർവ്സ് ഇവരിവിടെ ഉണ്ടാക്കുന്നതിനെയാണ്. മാംഗോ ആൻഡ് പൈനാപ്പിൾ. പിന്നെ ഒബ്വിയസ്ലി നമ്മുടെ സ്നാക്സ്, നാടൻ ഫുഡ്, ഇടിയപ്പം, ഇഡ്ഡലി, സാമ്പാർ. ഇതുണ്ടാവും റവ സാഗി, എനിക്കൊന്ന് ഉപ്പുമാവ് കൊണ്ടുവല്ലായിരിക്കും. ഒയ്യോ, പൈനാപ്പിൾ കേസരി വരെ ഉണ്ട്. ചിക്കൻ സ്റ്റൂ, ദോശയും എഗ്ഗൊക്കെ അവർ ഫ്രഷ് ഉണ്ടാക്കി തരും. ഇതേ ഞാൻ കൊടൈക്കനാൽ ഇറങ്ങുന്നതിന് മുമ്പുള്ള ഫൈനലായിട്ട് മിസ്റ്റ് കാണിക്കുക. രാവിലെ 11 മണിക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. സോ പ്ലീസ് ഡു കം ടു കൊടൈക്കനാൽ. കൊടൈക്കനാൽ വരുമ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി താമസിക്കാൻ പറ്റിയ സ്ഥലമാണ് ദ്വാര. ആസ് എ ഫാമിലി, ഫോർ ഗുഡ് ഫുഡ്, ഫോർ ഗുഡ് വ്യൂ, ഫോർ ഗുഡ് സർവീസ്, 100% റെക്കമെൻഡ്. സോ ഇനി നമ്മൾ വേറൊരു അടിപൊളി വ്ളോഗായിട്ട് വരാം. ഹോപ്പ്ഫുള്ളി യു ഗൈസ് എൻജോയ്ഡ് അവർ സ്മോൾ കൊടൈക്കനാൽ സീരീസ്. അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.